നിങ്ങൾ ഒരുപാട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ? എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ഡെയിലി കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാരിൽ നമ്മുടെ ബോഡിയിൽ ഓവറോൾ ബോഡിയിൽ കുറച്ച് മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പല്ലിനകത്തും കുറച്ച് ചേഞ്ചസ് വരും. ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ഹെവിലി സാച്ചുറേറ്റഡ് വിത്ത് ഷുഗറാണ്. ഈ ഷുഗറും നമ്മുടെ വായിലകത്തുള്ള ബാക്ടീരിയയോടും കൂടി ചെന്നിട്ടൊരു ആസിഡ് ഫോം ചെയ്യും. ഈ ആസിഡ് നമ്മുടെ പല്ലിനെ ദ്രവിക്കാനും അതുപോലെ പല്ലിനകത്ത് കേടുവരാനും നമ്മുടെ പല്ലുകളിലെ ഇനാമലിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കാനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊലോങ്ഡ് കോൺടാക്റ്റ്, അതായത് ഒരുപാട് കോൺസ്റ്റൻ്റ്ലി യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ നമ്മുടെ ഇനാമലിന് മൊത്തത്തിലുള്ള ബലക്കുറവുണ്ടാവും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ ഡെൻ്റൽ ഇറോഷൻസ്, അതായത് പല്ല് പയ്യെ ദ്രവിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ പയ്യെ മഞ്ഞപ്പ്, അതായത് നമ്മുടെ രണ്ട് സൈഡിലെ പല്ലിൻ്റെ ഷേപ്പ് മാറുക, അതുപോലെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മഞ്ഞപ്പ് കൂടുതൽ കാണുക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് വരും. അതുപോലെ തന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആസിഡിക് ആയതുകൊണ്ട് അത് നമ്മുടെ ഗംസിലും ടീത്തിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇൻടേക്ക് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓറൽ ഹൈജീൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ.